ശ്രീ നന്ദകുമാർ ഒരിക്കൽ എന്നെ സമീപിച്ച് ശ്രീ അനിൽ ആൻ്റണി അദ്ദേഹത്തിന് കുറച്ച് പൈസ കൊടുക്കാനുണ്ട്, അത് കിട്ടിയില്ല, അത് ചോദിച്ചിട്ട് തന്നില്ല, അതിനകത്ത് ഞാനൊന്ന് ആ പൈസ തരാനായിട്ട് പറയണം എന്ന് പറഞ്ഞു. അത് ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ആ പൈസ കൊടുക്കണമെന്ന് അത് എൻ്റെ എനിക്കതിനകത്ത് അത് അനിൽ ആൻ്റണിയോടാണോ പറഞ്ഞത്, ആൻ്റണി സാറിനോടാണോ പറഞ്ഞതെന്ന് അതെനിക്ക് ഓർമ്മയില്ല. എന്തായാലും രണ്ടിലുള്ള ഒരാളോട് ഇങ്ങനെ പൈസ കൊടുക്കാനുണ്ടെങ്കിൽ ആ പൈസ തിരികെ കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത്രേ ഓർമ്മ എനിക്ക് ഈ കാര്യത്തിൽ ഉള്ളൂ. ഞാൻ ഇന്ന് TV ചാനലിലെല്ലാം ഞാൻ ഇതിനെക്കുറിച്ച് നന്ദകുമാർ പറഞ്ഞതും കണ്ടു, TV ചാനലുകൾ പറഞ്ഞതെല്ലാം കണ്ടു. ഈ CBI കാര്യമോ നിയമന കാര്യമൊന്നും എനിക്കറിഞ്ഞുകൂടാ. എത്ര ലക്ഷം രൂപ ആണെന്നുള്ള വിവരവും എന്നോട് പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അതൊന്നും ഞാൻ ചോദിച്ചില്ല, അത് ഞാൻ ചോദിച്ചില്ല, എന്നോട് പറഞ്ഞുമില്ല. കാര്യം അത്തരം ഒരു ഡിസ്കഷൻ്റെ ആവശ്യം ഒന്നും എനിക്ക് അന്നേരം തോന്നിയില്ല. രണ്ടാമത്തെ കാര്യം വെച്ചാൽ നന്ദകുമാർ വന്ന് എന്നോട് ശ്രീ AK ആൻ്റണി സാറിൻ്റെ അടുത്ത ആളാണല്ലോ കുര്യൻ സാറ്, എനിക്കൊരു സഹായം ചെയ്യണം, എനിക്കിങ്ങനെ അനിൽ ആൻ്റണി പൈസ തരാനുണ്ട്, അത് കിട്ടിയില്ല, തരുന്നില്ല, അത് സാറൊന്ന് ഇടപെട്ട് പറയണമെന്ന് പറഞ്ഞു. അത്രയും ശരിയാ, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ കൈക്കൂലി മേടിച്ചതോ നിയമനക്കാര്യമോ അങ്ങനെയുള്ള ഒരു കാര്യവും എനിക്ക് അറിഞ്ഞുകൂടാ. അല്ല, അതൊന്നും എനിക്കറിഞ്ഞു ഇല്ലില്ല. ഞാൻ അതിന് അത്തരം സാധ്യതകളൊന്നും ഉള്ളതായിട്ട് എനിക്കറിഞ്ഞുകൂടാ. എൻ്റെ അറിവിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നുമില്ല. എൻ്റെ അറിവിൽ അല്ല, അതാ എൻ്റെ അറിവിൽ അത്തരം കാര്യമൊന്നും ഇല്ല. എൻ്റെ അറിവിൽ എനിക്ക് തോന്നുന്നു ഞാനിത് കുറേ വർഷം നടന്നുകൊണ്ട് കൂടുതൽ എനിക്ക് ഓർമ്മയില്ല. നേരിട്ട് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആയിരിക്കും, അതെ, നേരിട്ടാണെന്നാണ് എൻ്റെ ഓർമ്മ. അത് പിന്നെ അതെ, എനിക്ക് അതിനകത്ത് സത്യത്തിൽ വ്യക്തമായ ഓർമ്മയില്ല, നേരിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല, ഞാൻ ചോദിച്ചില്ല. അത് അങ്ങനെ എന്തിനാണ് ചോദിക്കുന്നത്? ഇപ്പോഴേ അതൊന്നും ഒരു സിമ്പിൾ എന്നാണ് പറയുന്നത്, ഒരു ഇങ്ങനെ പണം നന്ദകുമാറിന് കിട്ടാനുണ്ട് പണം എന്ന് പറയുമ്പോൾ എനിക്കത് ഡിസ്പ്യൂട്ട് ചെയ്യേണ്ട കാര്യമില്ല. എന്തിനാണെന്ന് കാര്യം, നന്ദകുമാർ ഒരാൾ എനിക്ക് പണം കിട്ടാനുണ്ട്, മറ്റൊരാൾ തരാനുണ്ട് എന്ന് പറഞ്ഞാൽ കിട്ടാനുണ്ടെന്ന് പറയുന്ന ഉടനെ എന്തിനു കൊടുത്തതാണ്, അല്ലെങ്കിൽ എന്തിനു കിട്ടാനുള്ള എനിക്ക് തന്നെ അല്ലാതെ ഡൗട്ട് ചെയ്യേണ്ട കാര്യവും എനിക്ക് ഇല്ല. ഞാൻ അതെ, എങ്കിൽ നന്ദകുമാർ പൈസ കൊടുക്കാനുണ്ടെന്ന് നന്ദകുമാർ പറയുന്നു, അത് ശരിയാണെങ്കിൽ പൈസ അത് കൊടുക്കണം എന്ന് മാത്രം ഞാൻ പറയും. അത് ഞാൻ ഓർക്കുന്നില്ല. ഞാനതാ പറഞ്ഞേ, രണ്ടിലൊരാളോടാ. ഇല്ലില്ല. പിന്നെ എന്നോട് ശ്രീ നന്ദകുമാർ ആ കാര്യമൊന്നും സംസാരിച്ചിട്ടില്ല. ഇല്ലില്ല, ഞാൻ അപ്പോഴേ മറന്നു. ഇപ്പോൾ അത് ഇത്രയും കാര്യം ഈ ചാനലിൽ ഇതെല്ലാം ഇങ്ങനെ ആവർത്തിച്ച് പല ചാനലുകളും പറയുന്നത് കണ്ടപ്പോൾ ഞാനിത് എടുത്തതാണ് ഇത്രയും കാര്യം. ഞാൻ ഡെപ്യൂട്ടി ചെയർമാനായിരിക്കുമ്പോഴാണ്, എനിക്ക് 5-6 വർഷമെങ്കിലും ഒക്കെ കാണും. അങ്ങനെയൊന്നും പറഞ്ഞില്ല. നല്ല തുകയാണെന്നും ചെറിയ തുകയാണെന്നും ഒന്നും പറഞ്ഞില്ല. അല്ല, അങ്ങനെ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അത് പറഞ്ഞില്ല. കാര്യം ഞാനിത് അപ്പോഴേ മറന്നു. മനസ്സിലായല്ലോ, എൻ്റെ മനസ്സിൽ ഇത് ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ പല ശുപാർശകളും പല ആളുകളും വന്ന് എൻ്റെ ഇൻ്റർവെൻഷൻ എന്നോട് ഇടപെടാനായിട്ട് പറയുമ്പോൾ ഞാൻ ന്യായമായും ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾക്ക് അത് ഇടപെടുന്ന ഒരു സ്വഭാവം എൻ്റെ. എനിക്ക് നേരത്തെ അറിയാം നന്ദകുമാർ ഡൽഹിയിൽ മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ഡൽഹിയിൽ ഒരുപാട് രാഷ്ട്രീയക്കാർ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായിട്ടുണ്ട്. അതിനോട് എനിക്ക് വർഷങ്ങളായിട്ടറിയാം. പ്രത്യേകിച്ച് ഫ്ലൈറ്റിലൊക്കെ മിക്കവാറും ഈ ഡൽഹിക്ക് ഫ്ലൈറ്റിൽ പോകുമ്പോൾ നന്ദകുമാർ മിക്കവാറും ഞാൻ ഫ്ലൈറ്റിൽ കണ്ടാ പരിചയപ്പെട്ടുള്ളത്. ഇല്ല, അല്ല, ഞാൻ അതിനെക്കുറിച്ചൊന്നും കമൻറ്റ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല.
ദുഷ്ടലാക്കാണോ ശരിയായ ലാക്കാണോ എന്നൊന്നും എനിക്ക് നേരിട്ടറിയാൻ വയ്യാത്ത കാര്യം ഒരിക്കലും ഞാൻ കമൻറ്റ് ചെയ്യത്തില്ല, പറയത്തില്ല. ദുഷ്ടലാക്കാണോ അല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് അതിന് മറുപടി പറയേണ്ടത് അതിനോട് ബന്ധപ്പെട്ടവരാണ്. എനിക്കത് പറയാൻ പറ്റത്തില്ല. ഞാനൊരിക്കലും മറ്റൊരാളെക്കുറിച്ച് എനിക്ക് നേരിട്ട് ബോധ്യമില്ലാത്ത ഒരാരോടും പറയത്തില്ല, ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. എനിക്ക് നേരിട്ട് ബോധ്യമുണ്ടല്ലേ പറയുള്ളൂ. അപ്പോൾ എനിക്ക് നേരിട്ടറിയാവുന്ന ഇത്രയും കാര്യമുള്ളൂ, അത് ഞാൻ പറയുന്നു.